പുതിയ ഹോം ലോണുകൾ എടുക്കുന്ന ബ്രിട്ടീഷുകാർക്ക് ട്രംപിന്റെ വക 8ന്റെ പണി. അമേരിക്ക ഭരിക്കുന്ന ട്രംപിന് ബ്രിട്ടനിൽ ഹോം ലോൺ നിരക്ക് നിശ്ചയിക്കുന്നതിൽ എന്താണ് കാര്യമെന്ന് സംശയം വേണ്ട. ഇറാൻ യുദ്ധം തന്നെയാണ് കാരണം. ട്രംപ് തുടക്കമിട്ട ഇറാൻ യുദ്ധം മൂലം ബ്രിട്ടനിൽ പുതിയ ഹോം ലോണുകൾ എടുക്കുന്നവർക്ക് 800 പൗണ്ട് അധിക തിരിച്ചടവാണ് വർഷം സഹിക്കേണ്ടി വരുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിടുന്ന ട്രംപ് ഫ്ലേഷനാണ് UK മോർഗേജ് നിരക്കുകളെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് മണി ഫാക്ട്സ് ചൂണ്ടിക്കാണിച്ചു. യുദ്ധം മൂലം പൊട്ടിപ്പുറപ്പെട്ട അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഏകദേശം 700 മോർഗേജ് ഡീലുകൾ 2 ആഴ്ചക്കിടെ പിൻവലിക്കപ്പെട്ടുവെന്നാണ് കണക്ക്. ശരാശരി വാർഷിക മോർഗേജ് ബില്ലിൽ 2 ആഴ്ച കൊണ്ട് 800 പൗണ്ടാണ് മിഡിൽ ഈസ്റ്റ് യുദ്ധം കൂട്ടിച്ചേർത്തത്. ഒരു ഫിക്സഡ് റേറ്റ് ഡീൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒട്ടും ആഗ്രഹിക്കാത്ത വാർത്തയാണ്. മണി ഫാക്ട്സ് കൺസ്യൂമർ ഫിനാൻസ് ഹെഡ് ആദം ഫ്രഞ്ച് പറഞ്ഞു. മാർച്ച് തുടക്കം 4.83% ശരാശരി 2 വർഷത്തെ ഫിക്സഡ് റേറ്റുകൾ ഇപ്പോൾ 2.28%. 2025 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണിത്. 5 വർഷത്തെ ഫിക്സഡ് ഡീലുകൾ 4.95% നിന്നും 5.32%. 2025 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഉയർന്ന നിരക്കാണിതെന്ന് ഫ്രഞ്ച് ചൂണ്ടിക്കാണിച്ചു. 25 വർഷക്കാലത്തേക്ക് 2,50,000 പൗണ്ട് മോർഗേജ് ഉള്ള വ്യക്തിക്ക് 2 വർഷത്തെ ഫിക്സഡ് നിരക്കിൽ 788 പൗണ്ടും 5 വർഷത്തെ ഡീലിൽ 651 പൗണ്ടും വർദ്ധിക്കുന്നതാണ് ഈ മാറ്റങ്ങൾ. വീട് വാങ്ങുന്നവർക്കും റീമോർഗേജ് ചെയ്യാൻ ഒരുങ്ങുന്നവർക്കും ഈ ചെലവ് ഉയരുന്നത് തിരിച്ചടിയാണ്. 2026 1.18 മില്യൺ ഫിക്സഡ് റേറ്റ് ഡീലുകൾ അവസാനിക്കും എന്നാണ് കണക്ക്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.